എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമലർ മധുനുകരാനായി പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. നിറമുള്ള കൗമാര നഷ്ടചിത്രങ്ങളെ തിരികെ വരൂ, എൻ്റെ കൂടെ വരൂ. സുന്ദര സ്വപ്നങ്ങൾ നെയ്തു തരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. വിറയാർന്ന ചുണ്ടിൽ നിന്നുതിരാത്ത വാക്കുകൾ അകതാരിലെങ്ങോ വിതുമ്പി നിന്നു. മിഴികളയച്ചെന്ന് കാത്തിരുന്നു. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമലർ മധുനുകരാനായി പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമേ. ഗംഗാധരന്റെ പേരക്കുട്ടി ഉണ്ടായ വകയില് അദ്ദേഹത്തിന്റെ കേക്ക് മുറിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് തുടങ്ങാം. ഓർമ്മകൾക്ക് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ നമ്മുടെ ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം 2 മീറ്റിംഗ് അതുകൊണ്ട് കഴിഞ്ഞത്. ആ 2 മീറ്റിംഗ് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വളരെ വിഷമമുണ്ട്. ഞാൻ അപ്പം തന്നെ അറിയിച്ചതിന്റെ വിഷമങ്ങളൊക്കെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഈ മീറ്റിങ്ങിന് ഞാൻ നേരത്തെ ഇവിടെ
1 മണിക്ക് തന്നെ വന്ന് തിരിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് കാണാനും കൂടാനോ ഒക്കെ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ അടുത്ത വരുന്ന നമ്മള് സംഗമത്തെ പറ്റി ആലോചിക്കാനാണ് മെയിനായിട്ട് ഇപ്പൊ നമ്മൾ കൂടിയിട്ടുള്ളത്. അത് എങ്ങനെ വേണം, അത് ഇവിടെ വെച്ച് നടത്തണോ, നമ്മൾ ടൂർ പ്രോഗ്രാമായിട്ട് നടത്തണോ എന്നൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാവരും കൂടിയിട്ട് അതിനൊക്കെ ചർച്ച ചെയ്യുക. പിന്നെ സ്ത്രീകളുടെ ഭാഗത്ത് ഇപ്പൊ രമണി ഗൾഫിലാണ് കാര്യമായിട്ടുള്ളത്, പുതിയ ആളാണ്. പിന്നെ ശ്യാമള ശ്യാമള മതി, 3 ആൾക്ക് ശമ്പളം. എല്ലാവരും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മള് ഗംഗാധരന് 2ാമത്തെ മോഡിൽ ആദ്യത്തെ കുട്ടി ജനിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. കേക്ക് മുറിച്ചിട്ട് നമ്മൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഗംഗാധരനെ ക്ഷണിക്കുകയാണ്. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം 28 പേര് പങ്കെടുത്തിട്ടുണ്ട്. അത് ആദ്യത്തെ മീറ്റിംഗ് വിളിച്ചപ്പോൾ നമ്മുടെ പ്രാരംഭം അന്ന് 28 29 ആള് പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒന്നും പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് പിന്നെ ഇത്രയധികം ആള്. അത് നമ്മുടെ കുടുംബനാഥന്റെ സന്തോഷത്തിന്റെ ഒരു പ്രതീകമാണെന്ന് തോന്നുന്നു. ഈ കുടുംബത്തിന്റെ അദ്ദേഹത്തിന്റെ സ്നേഹത്തിൽ നന്ദി പറയുന്നു. അപ്പൊ നമ്മുടെ 50 വർഷമായി ഈ പിന്നെ നമ്മുടെ 2025 നമ്മളൊക്കെ കുട്ടികളാണ്. അപ്പൊ 50ാം വാർഷികം എങ്ങനെ ആഘോഷിക്കണം എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. അത് കഴിഞ്ഞ അത് വളരെ വിപുലമായിട്ടും നന്നായിട്ടൊക്കെയാണ് നടത്തിയത്. അടുത്തത് നമ്മൾ മെയിലൊക്കെ നടത്താറുണ്ട്. അതെങ്ങനെയൊക്കെ നടത്തണം, എന്താണെന്ന് അംഗങ്ങളുടെ വലിയ സപ്പോർട്ടും വലിയ ചർച്ചയും ഒക്കെ ഉണ്ടാവണം. അതിന്റെ എങ്ങനെ നടത്തണം. ആദ്യമായി പോയതും ഉച്ചയ്ക്കു കഞ്ഞിയും പയറും കഴിച്ചതും ഓണത്തിനോല പൂവട്ടിയിൽ അത് കഴിഞ്ഞാൽ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന കാര്യമായിട്ട് രമണി ഇവരൊക്കെ ഉണ്ടാവാറ്. രമണി ഇപ്രാവശ്യം ഉണ്ടാവില്ല. രമണിയില്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ടൂറിന് കൊണ്ടുപോകുന്നതിന് മാക്സിമം ഒരാൾക്കാർ ഒരു 70 ആൾക്കാർ, ഒരു 60-70 ആൾക്കാരൊക്കെ നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റും. ഒരു ബസ് 60 രണ്ടായിട്ട് കാണുന്നുണ്ട് എന്റെ അഭിപ്രായത്തില്. അപ്പോൾ നമ്മൾ അത് സ്കൂളിൽ വെച്ച് നടത്തുന്നത് 50ാം വാർഷികത്തിൽ വെച്ച് നടത്തുന്നത് അത് അതുപോലെ തന്നെ ആവുക. ഇപ്പൊ കലാപരിപാടിക്ക് ആൾക്കാർ നമുക്ക് കുറവാണ്. അത് അവതരിപ്പിക്കാൻ ഉള്ള ആൾക്കാർക്ക് ഉള്ളത് അവതരിപ്പിക്കാം. അല്ലാത്ത ആൾക്കാർ നമുക്ക് 1-2 ഗ്രൂപ്പ് ആരെങ്കിലും അറിയണ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഗ്രൂപ്പ് ഉണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു മണിക്കൂർ അവർക്ക് ഒരു സമയം കൊടുക്കാം. 1 മണിക്കൂർ മാക്സിമം അധികം അത്രയൊന്നും കൊടുക്കാൻ ഉണ്ടാവില്ല. കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ. തിരുവാതിരക്കളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രസംഗം കാര്യങ്ങളുണ്ടാവും. 1 മണിക്കൂറിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിനെ സമീപിച്ചിട്ട് അവരോട് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. അവർക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഡൊണേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്.
അതാണ് ഇതിൽ ഉള്ള പോകാൻ വഴി. അപ്പൊ ഒന്നുകൂടി വിപുലാവും. ഡാൻസും കാര്യങ്ങളും പാട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി വിപുലമായിട്ടുണ്ടാവും. പിന്നെ സദ്യ ഭക്ഷണമൊക്കെ സാധാരണ നമ്മൾ അറേഞ്ച് ചെയ്യണ പോലെ തന്നെ അറേഞ്ച് ചെയ്യാം എന്നാണ് അഭിപ്രായം പറഞ്ഞത്. ഇപ്പൊ കുറച്ചാൾക്കാർ അതവർ കേക്ക് അവിടെ വെച്ചിട്ടുണ്ട്. കേക്ക് അതിനുള്ള കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. കാലമിന്നേറെ കഴിഞ്ഞു നമ്മൾ, ഇന്ന് നമ്മളായി മാറിക്കഴിഞ്ഞിരുന്നു. ഉണ്ടുറങ്ങാനേറെ മാർഗമുണ്ടെങ്കിലും മറവിയിൽ മറയുമോ പോയ കാലം. കാലമിന്നേറെ കഴിഞ്ഞു നമ്മൾ, ഇന്ന് നമ്മളായി മാറിക്കഴിഞ്ഞിരുന്നു. ഉണ്ടുറങ്ങാനേറെ മാർഗമുണ്ടെങ്കിലും മറവിയിൽ മറയുമോ പോയ കാലം. തോൽപ്പിക്കുവാനെൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. തോൽപ്പിക്കുവാനെൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. എൻ്റെ കണ്ണീരിലായി മഴവില്ലു കാണുവാൻ കാത്തിരിപ്പോരുണ്ടറിയുന്നു ഞാൻ. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. കൂട്ടുകാരെന്നു നടിച്ചെൻ്റെ കൂടെ കൂട്ടിനായി വന്നവരേറെയാണ്. 30 വെള്ളിക്കാശിനായേശുവെ ഒറ്റുന്ന യൂദാസതിയിലുമുണ്ട്. കൂട്ടുകാരെന്നു നടിച്ചെൻ്റെ കൂടെ കൂട്ടിനായി വന്നവരേറെയാണ്. 30 വെള്ളിക്കാശിനായേശുവെ ഒറ്റുന്ന യൂദാസതിയിലുമുണ്ട്. കൂട്ടായി നിന്നെൻ്റെ കൂട്ടം പിരിക്കുവാൻ കുത്തിത്തിരിപ്പുമായി കൂടെയുണ്ട്. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. പ്രണയപുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾമുനയാഴ്ത്തിച്ചിരിച്ചുപോയോൾ എൻ്റെ സ്വപ്നത്തിനും എൻ ഹൃദയത്തിനും വിലയിട്ടു തൂക്കിയോരേറെയാണ്. പ്രണയപുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾമുനയാഴ്ത്തിച്ചിരിച്ചുപോയോൾ എൻ്റെ സ്വപ്നത്തിനും എൻ ഹൃദയത്തിനും വിലയിട്ടു തൂക്കിയോരേറെയാണ്. കൂടെ നടന്നിട്ടു ജീവിതപാതയിൽ
ഏകനായെന്നെ വിട്ടോടിടും